HFI നേതാക്കന്മാരെ ഒന്ന് മാതൃകയാക്കാൻ പറഞ്ഞതാണ് PJ കുര്യൻ. പിന്നെ ഭൂമി കണ്ടിട്ടില്ല അങ്ങ് ഏറിലാണ്. എപ്പോൾ താഴെ ഇറങ്ങുമോ ആവോ. സത്യം പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ. വംശനാശം സംഭവിച്ച ഒരു LDFും അതിനോട് മത്സരിക്കുന്ന ഗ്രൂപ്പുകളുടെ തമ്മിലടി കൊണ്ട് പൊറുതിമുട്ടിയ ഒരു UDFും. ഇപ്പോഴാണെങ്കിൽ ഏതാനും മാസങ്ങൾക്കിപ്പുറം തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയും കൂടി ആയതുകൊണ്ട് തമ്മിൽ തല്ലും പോരാട്ടവും ഒക്കെ കുറച്ചുകൂടി മുറുകിയിട്ടുണ്ട്. ആ പോരാട്ടങ്ങൾക്കിടയിൽ നടന്ന വളരെ രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. HFI നേതാക്കളെ കണ്ടു പഠിക്കണമെന്ന സ്വന്തം അണികളെ ഉപദേശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ PJ കുര്യൻ. പത്തനംതിട്ടയിൽ നടന്ന കോൺഗ്രസ് പരിപാടിയിൽ വെച്ചാണ് SFIയെ പ്രകീർത്തിച്ചും യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും കുറ്റപ്പെടുത്തിയും PJ കുര്യൻ രംഗത്ത് വന്നിരിക്കുന്നത്. സർവകലാശാല സമര വിഷയത്തിൽ SFI നടത്തുന്ന പ്രക്ഷോഭത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. ക്ഷുഭിത യൗവനത്തെ കൂടെ നിർത്തുന്നത് SFI ആണെന്നും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ TV-യിൽ മാത്രമേ കാണാറുള്ളൂ എന്നുമാണ് PJ കുര്യൻ പരിഹസിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെയും വേദിയിലിരുത്തി കുര്യൻ നടത്തിയ ഈ വിമർശനം സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് PJ കുര്യൻ എന്ന് പറയുന്നത് ഒരു സാധാരണ നേതാവ് മാത്രമല്ല. നിരവധി തവണ MP ആയും കേന്ദ്രമന്ത്രിയായും രാജ്യസഭാ ഉപാധ്യക്ഷനായും പ്രവർത്തിച്ച് പരിചയമുള്ള ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. ആ നേതാവാണ് ഇപ്പോൾ സ്വന്തം ചേരിയുടെ രാഷ്ട്രീയ ശത്രുവായ SFIയെ കണ്ടു പഠിക്കണമെന്ന് അനുയായികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ്. അല്ലെങ്കിലേ ഒത്തൊരുമ എന്നൊരു സാധനം 7 അയലത്തു കൂടെ പോലും പോകാത്ത ഇവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇതൊരു പ്രതിസന്ധി തന്നെയാണ്. എന്തുകൊണ്ട് 25 ചെറുപ്പക്കാരെ പോലും ഒപ്പം കൂട്ടാൻ ഓരോ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്ക് കഴിയുന്നില്ല? ഈ ചോദ്യം ഉയർത്തിയ PJ കുര്യൻ SFIയെ എല്ലാവരും കണ്ടുപിടിക്കണമെന്നും എന്തെല്ലാം എതിർ പ്രചരണങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് എന്നത് തിരിച്ചറിയണമെന്നും പറയുന്നു. ഇതോടൊപ്പം തന്നെ ഗവർണർക്കും VC-മാർക്കും എതിരായ SFIയുടെ സമരത്തെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം അഗ്രസീവായ യൂത്തിനെയാണ് അവർ അവരുടെ കൂടെ നിർത്തുന്നത് എന്നും വ്യക്തമാക്കുകയുണ്ടായി. യുവജനങ്ങൾ കോൺഗ്രസിൽ നിന്നും പാടെ അകലുകയാണ് എന്നാണ് PJ കുര്യൻ പറയുന്നത്. 75 പേരുണ്ടായിരുന്നിടത്ത് 5 ചെറുപ്പക്കാരില്ലെന്നും പരസ്യമായി തന്നെ അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് കേഡർമാരെ സംഭാവന ചെയ്യേണ്ട യൂത്ത് കോൺഗ്രസും KSUവും ദയനീയ അവസ്ഥയിൽ തുടരുന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഉന്നത കോൺഗ്രസ് നേതാവായ PJ കുര്യന്റെ ഈ തുറന്നു പറച്ചിൽ കോൺഗ്രസ് നേതാക്കളെ മാത്രമല്ല UDF പ്രവർത്തകരെ ഒട്ടാകെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കുര്യൻ പറഞ്ഞതെല്ലാം ഒരു യാഥാർത്ഥ്യമാണെങ്കിലും എല്ലാ യാഥാർത്ഥ്യവും തുറന്നു പറയാനുള്ളതല്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളൊക്കെ പറയുന്നത്. പാർട്ടി പരിപാടിയിലെ കുര്യന്റെ പ്രസംഗം വിവാദമായതിൽ KPCC നേതൃത്വത്തിലും കടുത്ത അതൃപ്തിയുണ്ട്. പ്രതിപക്ഷ നേതാവ് SFIക്ക് എതിരെ ആഞ്ഞടിക്കുമ്പോൾ PJ കുര്യനെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് SFIയെ കണ്ടു പഠിക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുകയാണ്. മുസ്ലിം ലീഗിനും കുര്യന്റെ അഭിപ്രായ പ്രകടനത്തിൽ വിമർശനമുണ്ട് എങ്കിലും തൽക്കാലം പ്രതികരിക്കേണ്ട എന്നാണ് അവരുടെ തീരുമാനം. PJ കുര്യന്റെ SFI അനുകൂല നിലപാടിനെതിരെ ലീഗ് വിദ്യാർത്ഥി സംഘടനയായ MSFനും കടുത്ത പ്രതിഷേധമാണുള്ളത്. കുര്യന്റെ പ്രതികരണം SFIയും CPM-ഉം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിലാണ് ലീഗ് വിദ്യാർത്ഥി സംഘടനയും ആശങ്കപ്പെടുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസിനെതിരായ പരസ്യ വിമർശനത്തിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ PJ കുര്യന് ഫേസ്ബുക്കിലൂടെ തുറന്ന കത്തെഴുതി KSU രംഗത്തെത്തുകയുമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ വസതിയിലേക്കുള്ള മാർച്ചിലേക്ക് PJ കുര്യന് ക്ഷണക്കത്ത് നൽകിയിരിക്കുകയാണ് അവർ. ഇന്നോവ കാറിൽ ഗ്ലാസിട്ട് പോകുമ്പോൾ സമരം കാണാൻ കഴിയില്ല. AC മുറിയിലിരുന്ന വാർത്ത കാണുമ്പോൾ കണ്ണട തുടച്ചു വെച്ച് കാണണം എന്ന് ഈ കത്തിൽ പറയുന്നു. KSU സംസ്ഥാന ഉപാധ്യക്ഷനായ അരുൺ രാജേന്ദ്രനാണ് PJ കുര്യനെ ഈ തുറന്ന കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സാറിന് ഞങ്ങളുമായൊന്നും ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ അറിഞ്ഞെന്ന് വരില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അരുൺ രാജേന്ദ്രൻ കുറിക്കുന്നുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസിനെതിരായ പരസ്യ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PJ കുര്യൻ. സതുദ്ദേശപരമായ നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് എന്നും പത്തനംതിട്ട ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒരിടത്തും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളില്ലെന്നും PJ കുര്യൻ വിശദീകരിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ CPIM ഗുണ്ടായിസം നേരിടണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തിലും നമുക്കും ചെറുപ്പക്കാർ വേണം. സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോകണമെന്നും PJ കുര്യൻ വ്യക്തമാക്കി. അഭിപ്രായം പാർട്ടിക്ക് വേണ്ടി പറഞ്ഞതാണെന്നും അതിൽ ദോഷം എവിടെയാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. കൂട്ടത്തിൽ SFIയെ പരാമർശിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അതിൽ ദുരുദ്ദേശപരമായി ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരസംഗമം പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും SFIയെ പ്രശംസിച്ചും PJ കുര്യൻ സംസാരിച്ചതാണ് എന്തായാലും ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഒരു മണ്ഡലത്തിൽ 25 പേരെയെങ്കിലും കൂടെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന് കഴിയണ്ടേ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനോടുള്ള കുര്യന്റെ ചോദ്യം. ക്ഷുഭിത യൗവനത്തെ SFIയെ കൂടെ നിർത്തുന്നുവെന്ന് സർവകലാശാല സമരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് PJ കുര്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വേദിയിലിരുത്തി ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ വെച്ച് തന്നെ ഇതിന് മറുപടി നൽകി. തുടർന്ന് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളും പ്രവർത്തകരും ഇദ്ദേഹത്തിനെതിരെ രംഗത്തെത്തി. ഇതിനു പിന്നാലെ കുര്യനെതിരെ പാർട്ടിക്കകത്ത് വ്യാപക വിമർശനമാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റേത് സ്തുത്യർഹമായ പ്രവർത്തനമാണെന്നാണ് ഷാനിമോൾ ഉസ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. സർവകലാശാലയെ കലാപഭൂമിയാക്കുന്ന SFI ഒരു വിദ്യാർത്ഥി സംഘടനയല്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് PJ കുര്യൻ അങ്ങനെ പറഞ്ഞത് എന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടി. യാഥാർത്ഥ്യ ബോധമില്ലാത്ത പരാമർശങ്ങൾ എന്നായിരുന്നു KC ജോസഫിന്റെ വാക്കുകൾ. PJ കുര്യൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കേണ്ട പ്രായത്തിൽ പോലീസിന്റെ ഒരു പിടിച്ചുമാറ്റലിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ നൈനാനും വിമർശിച്ചു. എന്തായാലും HFIയുടെ പേരും പറഞ്ഞുള്ള കോൺഗ്രസിലെ ഈ തല്ലുകേസ് എന്തായാലും വൻ നാണക്കേട് തന്നെ ആയിപ്പോയി. വേറൊരു വിഷയവും കിട്ടാത്തത് കൊണ്ടാണോ എന്റെ PJ കുര്യ ഈ അക്രമ രാഷ്ട്രീയത്തെ മാതൃകയാക്കാൻ നിങ്ങൾ പറഞ്ഞത്? സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും വെറുപ്പും വിദ്വേഷവും കുത്തി നിറയ്ക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൂടി മാതൃകയാക്കിയാലുള്ള വില കൂടി പോകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.